പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും വാത്സല്യനിധികളായ വിദ്യാർത്ഥികൾക്കും അഭിവാദനങ്ങൾ. നമ്മുടെ സൺഡേ സ്കൂൾ കലണ്ടർ ഇയർ സമാപനത്തോടടുക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രേയർ, ഒരു സ്ലോഗൻ ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. അത് അവെല്ലാം ഓർക്കുമല്ലോ, മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. ജീസസ് കോൾസ് മീ എന്നതായിരുന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു ചിന്തയാണ്, നല്ലൊരു ചിന്ത. ജീസസ് കോൾസ് മീ. അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നതിന് നിശ്ചയമായും ഒരു ഉദ്ദേശമുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നും അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മളെ വിളിച്ചത് ഭംഗിയായി വേദപഠനം നടത്തുവാനും ക്ലാസ്സുകൾ നടത്തുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അത് അസസ് ചെയ്യാനും പഠിക്കുന്നതിൽ സന്തോഷിക്കുവാനും അവയെ വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിരുന്നു ആ വിളി, കർത്താവിൻ്റെ വിളി. ആ വിളിയോട് നിങ്ങളെല്ലാവരും പ്രതികരിച്ചു. അത് വളരെ കൃതാർത്ഥത ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡൻ്റ് അച്ഛനും മദ്രാസിൻ്റെ ഡയറക്ടർ സാറും അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ചുമതലക്കാരും ഇൻസ്പെക്ടർമാരും ക്ലാസ് എടുത്ത അധ്യാപകരും ക്ലാസ് എടുക്കാത്ത അധ്യാപകരും അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായ എല്ലാ കുട്ടികളും നിങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നടക്കുന്നത്. അതിൽ പാളിച്ചകൾ വരാതിരിക്കാൻ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും കണ്ടേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളാവുന്നിടത്തോളം പിഴവ് കൂടാതെ നടത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഈ മാസം കൊണ്ട് ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരും. എന്നാലും 1-2 ക്ലാസ്സുകളിലെ നവംബർ പകുതി വരെയെങ്കിലും ക്ലാസ്സുകളുണ്ടാകും. നവംബർ 1-ാം ഞായറാഴ്ച മുതൽ റിവിഷനാണ്, പരീക്ഷയുടെ കാലഘട്ടം വരെ. ഇപ്പോൾ നവംബർ മാസത്തിൽ മുഴുവൻ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരാനും പിഴകൾ നീക്കാനും എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പഠിച്ചതിനെ തന്നെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും അങ്ങനെ അത് നമ്മുടെ അറിവിൻ്റെ ഭാഗമായി മാറ്റാനും. അതാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. കേവലം ഒന്നുകൂടെ വായിക്കുക എന്നല്ല, പഠിച്ചതെന്തോ അത് നമ്മുടെ മനസ്സിൽ നന്നായി സംഗ്രഹിച്ചു വെച്ച് ഏത് സമയത്തും തിരിച്ചെടുക്കത്തക്കവണ്ണം സംഗ്രഹിച്ചു വെക്കുക എന്നാണ്. നമ്മുടെ ഓർമ്മശക്തി തന്നെ 2 കമ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, മറ്റേത് ലോങ് ടേം മെമ്മറി. പെട്ടെന്നൊരു കാര്യം പറഞ്ഞു ഓർത്തു മറന്നുപോകും. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നുള്ളെങ്കിൽ അതിനെയാണല്ലോ ഷോർട്ട് ടേം മെമ്മറി, STM. എന്നാൽ വായിച്ചതോ പഠിച്ചതോ വീണ്ടും റിവൈസ് ചെയ്യുകയും ഓർത്തെടുക്കുകയും സംശയം തീർക്കുകയും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി LTMലേക്ക് മാറും. അത് പിന്നെ പെട്ടെന്നൊന്നും മറന്നു പോവുകയില്ല. ഇപ്പോൾ റിവിഷൻ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചോ അത് കുറെ കൂടെ ആഴമാക്കാനും വേണ്ടി അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പാഠഭാഗങ്ങളെ മാറ്റാൻ പേരുകൾ, വർഷങ്ങൾ, വിശദാംശങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനുള്ള നല്ലൊരു കാലഘട്ടമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഉത്സാഹമായിട്ട് ചെയ്യണം. അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ കൂട്ടായി ഈ കാര്യം, ഈ സംരംഭം ഏറെ വിജയകരമാക്കണം. ഇന്നുവരെ നമ്മളെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു.
ഇനിയും അങ്ങനെ തന്നെ വേണം. എക്സാമിനേഷൻസ് നടക്കട്ടെ. ഞാൻ പലവരും ആവർത്തിച്ചതാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം പരീക്ഷ എഴുതുക എന്നുള്ളതല്ല. എന്നാൽ പഠിച്ചത് എന്താണ്, എന്തുമാത്രം എന്നറിയാൻ ഒരു സ്കെയിലാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠനം തീരുന്നില്ല. വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ വായനയും അറിവും പഠനവും എന്നും വിപുലമായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിതാക്കൾ, സ്റ്റുഡൻസ് ആകൂ. വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കുന്നവരാണ്, അധ്യാപകരും പഠിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരും ചേർത്തുള്ള പൊതുവായ പഠന പദ്ധതിയാണ് നമ്മുടെ ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ നടക്കുന്നത്. ഓൺലൈൻ പ്രോഗ്രാം സാധാരണയുള്ള സൺഡേ സ്കൂളുമായിട്ട് വിഭിന്നമാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ സ്മാർട്ട് ക്ലാസ് ഒന്നും ആയില്ലെങ്കിലും നമ്മൾ ആവോളം സൺഡേ സ്കൂൾ മുടങ്ങാതെ നടക്കാൻ, അത് പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം ഉണ്ടാകണം. വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല, പേരൻസിന് ഇതിനകത്തൊരു പ്രധാന റോളുണ്ട്. കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നെല്ലാം ഉറപ്പാക്കാൻ രക്ഷിതാക്കൾക്ക് ചുമതലയുണ്ട്. ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കും. ആ ക്ലാസ്സിൻ്റെ സമയത്ത്, പരീക്ഷയുടെ സമയത്ത് കുട്ടികൾ വേറൊന്നിനും അവർ എൻഗേജ് ചെയ്യാതിരിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായി പേരൻസാണ്. അവർക്ക് മാത്രമേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ പ്രോഗ്രാമിൽ പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഈ 3 എലിമെൻറ്റ്സ്, ഘടകങ്ങളുടെ കൂട്ടായ കൈകോർത്ത് പിടിച്ചുള്ള ഒരു ശ്രമമാണ്. അതാണ് നടന്നു വന്നത്. ഇനിയും അങ്ങനെ ആയിരിക്കണം. ഇനി പാൻഡമിക്, COVID-19 അതിൻ്റെ ശക്തി കുറഞ്ഞു വന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ നോർമൽ ക്ലാസ് റൂംസിൽ പോയി പഠിക്കാൻ അവസരം കിട്ടട്ടെ. നേരം അതനുസരിച്ച് ചെയ്യാം. അതുവരെ നമ്മുടെ സൺഡേ സ്കൂൾ മുടങ്ങാതെ ഈ സംവിധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. വീണ്ടും നമ്മൾ ആദ്യം കേട്ട ആ സ്ലോഗൻ മറക്കരുത്, ജീസസ് കോൾസ് മീ. നമ്മളോട് തന്നെ പറയണം, ജീസസ് കോൾസ് മീ ടു ദിസ് പ്രോഗ്രാം, ടു ലേൺ, ടു ടീച്ച് ആൻഡ് ടു കോഓപ്പറേറ്റ്, ടു പ്രൈസ് ഗോഡ്, ടു സിംഗ് ആൻഡ് ടു പ്രേ. ഈ കാര്യത്തിനെല്ലാം വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുന്നു. എന്നാൽ ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ആരാധനയിൽ ബോധപൂർവ്വം പങ്കെടുക്കാനും, ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ഗാനങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനും, വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വാട്ട് ഡു വി ബിലീവ് ആസ് ഓർത്തഡോക്സ്, അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. ഇതൊക്കെ നമ്മൾ തലനാരിൽ കീറി പഠിക്കുന്നവരാണ്, പഠിക്കുകയും വേണം. എന്താണ് സഭയുടെ പഠിപ്പിൽ, സഭയുടെ നോമ്പുകൾ, അതിൻ്റെ ആരാധനാക്രമം, ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ വെച്ച് തന്നെ അതിൻ്റെ അടിസ്ഥാനം ഇട്ടിട്ട് വേണം തുടർന്ന് പഠിക്കാനും ജീവിതത്തിലേക്ക് പോകാൻ. അതിനെല്ലാം നമുക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനം തുടരട്ടെ. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. വേദപഠനം അവസാനമില്ലാത്തതാണ്. ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. അത് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയണം, ജീസസ് കോൾസ് മീ, എന്നെ വിളിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആരാധനയാണ്. ആരാധനയുടെ സത്ത എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങളും അതിലെ വിശ്വാസ സത്യങ്ങളുമാണ്. ഈ ഗാനങ്ങൾക്ക് മോരിലെ പുളി എന്നതുപോലെ അതിന് അതിൻ്റേതായിരിക്കുന്ന ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ സംഗീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉപയോഗിക്കുന്ന സുറിയാനി സംഗീതം, സുറിയാനി സംഗീതം 2 തരത്തിലുണ്ട്, പൗരസ്ത്യവും പാശ്ചാത്യവും. നാം അംഗീകരിച്ചിരിക്കുന്നത് പാശ്ചാത്യ സുറിയാനി സംഗീതമാണ്. ഈ സംഗീതം ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽ ഉത്ഭവിച്ചു വന്നതാണ്. വിശുദ്ധനായ അപ്രേമിൻ്റെ കാലം മുതലാണ്
നമ്മുടെ സഭാസംഗീതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സഭാപിതാക്കന്മാരായ വിശുദ്ധ അപ്രേം, സെരൂഗിലെ യാക്കൂബ്, അലെപ്പോയിലെ വിശുദ്ധനായ ബാലായ്, ഷമഊൻ കൂക്കോയോ, അതുപോലെ അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് എന്നീ പിതാക്കന്മാരെ പ്രധാനമായിട്ടും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പിതാക്കന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായ അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ കവിതകളെല്ലാം പിൽക്കാലത്ത് വളരെയധികം വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ ആരാധിക്കുവാനുമായി ഉപയോഗിച്ചു. മധ്യ നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായതായ ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ജീവൻ കൊടുത്തത്. സന്യാസ ആശ്രമങ്ങളിൽ സന്യാസിമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടുന്നതായ കവിതകൾ ഉണ്ടാക്കുക, പുസ്തകങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഇക്കാലത്ത് നടന്നിരുന്നു. അങ്ങനെ ആരാധനാക്രമത്തിനെ കൂടുതൽ രുചികരമാക്കുവാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തു വന്നതാണ് ആരാധനയിലെ സംഗീതത്തിലെ നിറങ്ങൾ എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്. ഇത് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഗ്രീക്ക് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും എല്ലാം ഉള്ളതാണ്. ഗ്രിഗോറിയൻ ചാൻഡ് എല്ലാം 8 നിറത്തിൽ പാടുന്ന രീതിയുണ്ട്. ബൈസന്റൈൻ സഭയ്ക്കും അവരുടെ പാട്ടുകൾ 8 വിധത്തിൽ പാടുന്ന രീതിയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഗാനങ്ങൾ പരിശോധിച്ചാലും ഇവയിൽ 8 രാഗങ്ങളിൽ 8 നിറങ്ങളിൽ പാടുക. രാഗങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നിറം എന്ന് പറയുന്നത്. സംഗീതത്തിന് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടി ലയിച്ചു വരുന്നതായ, ചെവിയിൽ കൂടി നാം കാണുന്നതായ ആ നിറങ്ങൾ, ഇത് ഒരു മിസ്റ്റിക് കൺസെപ്റ്റാണ്. സന്യാസാശ്രമങ്ങളിൽ ജീവിക്കുന്ന ആധ്യാത്മികതയുടെ കൊടുമുടിയിൽ എത്തിയതായ ആധ്യാത്മിക ആചാര്യന്മാരുടെ മനസ്സിൽ കൂടി ഉരുത്തിരിഞ്ഞ് വന്നതാണ് നിറം എന്ന് പറയുന്നതായി കൺസെപ്റ്റ്. അപ്പോൾ ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി പാട്ടുകളിൽ വൈവിധ്യത്തിൻ്റെ ഭാവം അവർ കൊണ്ടുവന്നു. നമുക്കറിയാം, നമുക്ക് ചോറും അതിന് പറ്റിയ ഒരു കറിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ചോറേ ഉണ്ണത്തുള്ളൂ. നേരെ മറിച്ച് അതിന് ടേസ്റ്റ് കൊടുക്കുന്ന വേറെ വേറെ കറികൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നത് പോലെ സംഗീതത്തിലും വിവിധങ്ങളായിരിക്കുന്ന വർണ്ണങ്ങൾ വന്നപ്പോൾ ആരാധിക്കുവാനുള്ളതായ ഒത്തിരിയധികം വ്യഗ്രത അന്ന് സന്യാസിമാർക്കുണ്ടായി. അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്തതായി ഒരു സംഗീത പാഠ്യ പദ്ധതിയുണ്ട്. ഇതാണ് ഇതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ കാനോൻ എന്ന് പറയുന്നത്. നിറങ്ങളുടെ പേര് ഇതിന് അഷ്ടരാഗങ്ങൾ എന്ന് പറയും. ഒക്ടോ എക്കോസ് എന്ന് ഗ്രീക്കിലും അതുപോലെ ഇംഗ്ലീഷുകാരും ഒക്ടോ എക്കോസ്, അഷ്ടരാഗങ്ങൾ. നമ്മളതിന് നിറങ്ങൾ എന്ന് പറയുന്നു. ഈ നിറങ്ങൾ നമ്മൾ പല സമയത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചിട്ടയായിട്ട് ഓരോ നിറങ്ങളും എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ വഴിയായി കൊച്ചി ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതായ പരിപാടി. സാധാരണ വൈദിക സെമിനാരികളിലും ആശ്രമങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പൊതുജനങ്ങളിലേക്ക്, ഇടവക തലങ്ങളിലേക്ക് ഇത് ഇറക്കുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇതിനകത്ത് മുൻകൈ എടുക്കുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. മക്കൾ എല്ലാവരും ഇത് പഠിച്ച് ഞായറാഴ്ചകളിൽ നമ്മുടെ ആരാധനയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് നാം കാണുന്നതിലും വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സംഗീതം നമുക്ക് ദേവാലയങ്ങളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഇത് പഠിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയ MP ജോർജ് അച്ഛൻ. കുക്കുലിയോൻ, നിറം 1. നിന്നാൾ സ്തുതിയൊടു രാജമകൾ, ഹാലേലൂയ ഹാലേലൂയ. നിൻ വലമായി രാജഭാമിനിയും ബാറക്കുമോർ മെൻ ഓലം വാദാമുൽവോലം വൽമീനാമീൻ. യക്ബോ. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരങ്ങളിൽ
കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. നിറം 2. നിന്നു മഹിമയോടാ രാജകുമാരി, ഹാലേലുയ്യ. വലതുവശത്തായി രാജേശ്വരിയും ബാർക്കുമോ. മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. കാക്കുക നാഥസ്ലീബായാൽ ഉണ്ണികളെ സ്നാനാർത്ഥികളെ. കുക്കുലിയോൻ 3. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ. സേവിക്കും ഞാൻ അരജനയെന്നുര ചെയ്യും. ബാർക്കുമോ. മെനഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. എന്നാഥാ നിൻ കൃപ നിന്നെ ഇപ്പാപികളിൽ ചായിച്ചു. നിൻ സ്ലീബാച്ചിറകിൽ തൂങ്ങും. നിൻ സഭമേൽ കൃപ തോന്നേണം. നിറം 4. വാഴ്ത്തുക കർത്തനെ യെരൂശലേമേ, ഹാലേലൂയ. വാഴ്ത്തുക സിയോനെ നിൻ ദൈവത്തെ. ബാർക്കുമോ. മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. കർത്താവേ കൃപ ചെയ്യണമേ. മാതൃവിശുദ്ധ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും നൽകിയിടേണം. കുക്കുലിയോൻ 5. എൻ പ്രാർത്ഥന നാഥ കേൾക്കണമേ. ഹാലേലൂയ. എൻ്റെ വിലാപം പൂകണമേ നിൻ സന്നിധിയിൽ. ബാർക്കുമോ. മെനഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. മശിഹ ജീവിച്ചെഴുന്നേറ്റു. കാവൽക്കാർ ലജ്ജപ്പെട്ടു. തൻ പ്രിയയാം സഭ സന്തോഷത്താൽ ആത്മപ്രിയനെ വാഴ്ത്തും. കുക്കുലിയോൻ 6. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ. ഹാലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ. ബാർക്കുമോ. മെനോലം വാദാമൊലവോലം ഓൽമീനാമീൻ. യക്ബോ. പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടേകാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തെ നിർത്തിയിടേണം. കുക്കുലിയോൻ 7.
മോദിക്കട്ടെ പരം നാഥ ലൂയ്യ ലൂയ്യ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ബാറക്കുമോ മെന ഓലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ ശുചിയോടു ശുദ്ധ്യാബേസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. കുക്കുലിയോൻ 8. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ്യ. ദ്വേഷികളെ മെതിച്ചിടുന്നിൻ നാമത്തിൽ ബാറക്കുമോ മെൻ ഓലം വാദാമുൽവോലം ഉൽമീനാമീൻ. യക്ബോ സ്ലീബാവെന്നു വെല്ലുന്നു സ്ലീബാവിദ്വേഷിയെ വെന്നു സ്ലീബായെ സാക്ഷിച്ചോർക്കായി സ്ലീബായാകട്ടെ കോട്ട. ഈ നിറങ്ങൾ പെത്ഗോമോ കുക്കുലിയോനിലെ പെത്ഗോമോ എന്ന വിഭാഗത്തിലേക്ക് എങ്ങനെ ചേർത്ത് പാടാം എന്നുള്ളതിന് ഉദാഹരണം. 1-ാം നിറം നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. 2. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും. 3. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 4. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 5. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 6. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 7. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 8. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. യക്ബോ ഒരു പോലിങ്ങും മാർത്തോമ ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 2. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലാലിവാൻ തൻ
പക്കലപേക്ഷയണക്കേണം. യക്ബോ 3. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 4. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 5. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 6. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 7. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 8. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠഭാഗം യൂണിറ്റ് 6-ലെ 2-ാമത്തെ പാഠമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലറായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇപ്പൊ യഥാർത്ഥത്തില് മനുഷ്യന്റെ
ഈ ജീവിതശൈലി തന്നെ മാറ്റിമറിച്ച, പ്രത്യേകിച്ച് അറിവിന്റെ ലോകത്തേക്ക് വലിയ വാതായനങ്ങൾ തുറന്നിട്ട ഒരു ശാസ്ത്രശാഖയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി വളർന്ന ശാസ്ത്രശാഖയും കൂടിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ആധുനിക മനുഷ്യന് യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? അപ്പം ഞാനീ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും എന്താണ് കാരണം, നിങ്ങളിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ചവർ വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരും. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂട്ടൊക്കെ ഉള്ളവർക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് വന്ന ഒരു മേഖലയാണ്. അപ്പം ആദ്യകാലത്ത് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരുന്നു. ഇപ്പോഴ് ഈ പറഞ്ഞതുപോലെ ഇപ്പം അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറ്റപ്പെട്ടു കഴിഞ്ഞു. എന്താണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മളൊരു ഡേറ്റ അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങൾ അത് ശേഖരിച്ച് ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുന്നു. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്തെല്ലാം അത് റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മൾ സാധാരണ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാചകം ചെയ്ത് അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പോൾ ഓരോ ദിവസവും വേണ്ടി സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കും. ഇതേ പ്രവർത്തനം തന്നെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വേണ്ട സമയത്ത് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഈ ശാസ്ത്രശാഖയെ വളരെ വലിയ ഈ ശാസ്ത്രശാഖയ്ക്കുള്ള ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ സ്റ്റോറേജ് ആൻഡ് റിട്രീവ്. നമ്മളൊരു സാധനം സൂക്ഷിച്ചു വെച്ചു, അതിനുശേഷം എപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോൾ അതെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രശാഖ. ഇതിനാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിനകത്തെ കമ്പോണൻസ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി? ഇതൊക്കെ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്? അതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടർ വരും. എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സിങ്, ഇതിന് അടിസ്ഥാനമായിട്ട് വേണ്ടിയ സാധനം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്ന് പറയും. അപ്പൊ അതുണ്ടെങ്കിലാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം മുഴുവനാകി നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മൾ പലതും ഗൂഗിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. വെബ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ, പിന്നെ മൾട്ടിമീഡിയ ഉൽപ്പന്നങ്ങൾ, പിന്നെ ഇൻഫർമേഷൻ കയോസ്കുകൾ, പിന്നെ ഓഫീസ് ഉൽപ്പന്നങ്ങൾ, അതായത് ഫോട്ടോ കോപ്പിയർ, ഫാക്സ്, പിന്നെ ഇങ്ങനെയുള്ള മെഷീൻസ്. ഇതിനെല്ലാം കൂടെ സമൂലമായി ചേർത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ശൃംഖലയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല മൾട്ടിമീഡിയ കാണും, വെബ് ബേസ്ഡ് ടെക്നോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഓഫീസ് എക്യുപ്മെന്റ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ശൃംഖലയാണ് യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അതെന്താണ് എന്ന് നമുക്ക് ഇവിടെ ഒന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരുമായിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടും ഇപ്പം അമേരിക്കയിൽ ഇരിക്കുന്ന ആളിനെ നേരിട്ട് നമുക്ക് ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആശയങ്ങൾ കൈമാറി എങ്ങനെ ലോകം മുഴുവൻ ഒരൊറ്റ സ്ഥലം, ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന രീതിയിൽ ഇതിനെ കണക്ട് ചെയ്തേക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം.
അപ്പൊ ഇത്രയും ഈ ഒരു ഇത് തന്നെ അതിന് അനന്തമായ സാധ്യതകളാണ് കൊടുക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് യഥാർത്ഥത്തിൽ അനന്തമായ സാധ്യതകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സാധ്യതകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മീൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ആശയവിനിമയത്തിനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്, അല്ലേ? നമുക്ക് പരസ്പരം ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആശയവിനിമയം നടത്താം. ഓക്കെ, നേരത്തെ നമുക്ക് ലാൻഡ് ലൈൻ ഫോൺസ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി മൊബൈൽ ഫോൺസ് വന്നു. ഇപ്പൊ നമുക്ക് ഇമെയിൽ വന്നു, വാട്സപ്പ് വന്നു, അതുപോലെ തന്നെ ഫേസ്ബുക്ക് വന്നു, ട്വിറ്റർ വന്നു. ഇപ്പം ഏത് രീതിയിലും നമുക്ക് എത്രയും പെട്ടെന്ന് ആശയവിനിമയം നടത്താം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അത് ഒന്നാമത്തെ ഒരു സാധ്യതയാണ്. രണ്ടാമത്തേത് നമ്മൾ നോക്കുന്നുണ്ടേ, നമുക്ക് ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു ട്രാവൽ ചെയ്യണം, ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ബസ് ടിക്കറ്റ് റിസർവേഷൻ എടുക്കണം. ഇതിനെല്ലാം നമ്മൾ പണ്ട് ഫിസിക്കൽ ആയി നമ്മൾ പോയി ഓഫീസിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ഓക്കെ, ഇപ്പോഴും വളരെ ചെറിയ തോതിലൊക്കെ ഉണ്ടെങ്കിൽ പോലും മിക്കവാറും എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് റിസർവേഷൻസ്, അല്ലേ? നമ്മൾ എയർപോർട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജൻസിയെ അപ്രോച്ച് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാലഘട്ടത്തിന് ഒരു മാറ്റം തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്, എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിലിരുന്ന് അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒന്നാണ് ടൂറിസം. ഓക്കെ, എവിടെ പോകണോ, ഹോട്ടൽ ബുക്ക് ചെയ്യണോ, ടാക്സി അറേഞ്ച് ചെയ്യണോ, ഇതിനെല്ലാം നമ്മൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ടും മറ്റു കാര്യങ്ങളൊക്കെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്താൽ അതൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ അതിൻ്റെയും കൂടെ ആവശ്യമില്ല. നമുക്ക് SMS വഴിയും സോഫ്റ്റ് കോപ്പി ആയിട്ടൊക്കെ നമുക്ക് മെയിലിനകത്തൂടെ ടിക്കറ്റ് കിട്ടും. നമ്മൾ പ്രിന്റ് ഔട്ട് പോലും എടുക്കേണ്ട കാര്യമില്ല. ഫോണിനകത്ത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചാൽ മതി. ഇപ്പം അങ്ങനെ നമ്മളൊരു പേപ്പർ ലാഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു മെച്ചമാണ്. കാരണം നമ്മൾ ഒരുപാട് വനം സംരക്ഷണം, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പൊ IT മേഖലയിലും ടൂറിസം മേഖലയിലും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കോൺട്രിബ്യൂഷനും വളരെ മികച്ചതാണ്. പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലയാണ്, അല്ലേ? നമുക്കിപ്പോൾ ബാങ്കിങ് അറിയാം, ബാങ്കിങ് ഉണ്ട്. അപ്പോൾ ബാങ്കിങ് ഇപ്പം ഇവോൾവ് ചെയ്ത് ഇപ്പം ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്. ഓക്കെ, മൊബൈലിനകത്തൂടെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വേറൊരു വലിയ. അപ്പോൾ പണമിടപാടൊക്കെ നടത്താനായിട്ട് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ബാങ്കിൽ നിന്ന് പോകാൻ, ബാങ്കിൽ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതില്ല. ഇപ്പം ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ബാങ്കിൽ അനാവശ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ വിൽ ചാർജ് ചെയ്യും. ഓക്കെ, അവർക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രമാത്രം പിന്നെ ഒരു വിപ്ലവമാണ്, ഒരു റെവല്യൂഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ മേഖലയിലൊക്കെ നടത്തിയിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെയൊക്കെ ബാങ്കിങ് പ്രോഡക്ട്സ് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആശ്രയിക്കുന്നുണ്ട്. ATM ഇതൊരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പം ബാങ്കിങ്, ബാങ്കിങ്, ATM ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ ഈ മേഖലയിലും ഇപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷനോ ഈ ഇൻഫർമേഷൻ ടെക്നോളജി വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ ട്രാവൽ, ടൂറിസം ഈ മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി വളരെ സുപ്രധാന ഒരു പങ്ക് വഹിക്കുന്നു. ബാങ്കിങ് മേഖല. പിന്നെ അടുത്തത് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് ഓൾ അതർ സർവീസസ് എന്താണ്? നമ്മൾ ടെലിഫോൺ ബില്ല് അടയ്ക്കുന്നു, വാട്ടർ ബില്ല് അടയ്ക്കുന്നു, എല്ലാ പേയ്മെന്റ്സും ഇപ്പം ഗവൺമെന്റിന്റെ തന്നെ ചെല്ലാൻ എല്ലാ ഗവൺമെന്റിലോട്ടുള്ള അടയ്ക്കേണ്ട പേയ്മെന്റ്സ് എല്ലാം ഇപ്പം നെറ്റ് വഴി ചെയ്താൽ മതി. അപ്പം മറ്റുള്ള പല സേവനങ്ങൾ, ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പേ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത് മറ്റു സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, നമുക്ക് ഇന്ന് ഏത് സ്ഥലത്ത് ഏത് കോളേജിൽ ഏത് കോഴ്സുണ്ട്, അത് ആ കോഴ്സിന്റെ മികവ് എന്താണ്, ഏത് രാജ്യത്ത് പോയാൽ മികച്ച പഠനം കിട്ടും, അതിന് എവിടെ സ്കോളർഷിപ്പ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു വിരൽ തുമ്പിൽ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്, വളരെ വലിയൊരു ഇതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കൂടുതൽ അറിവ് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി, പിന്നെ മറ്റ് സ്ഥലത്തുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മറ്റ് സ്ഥലത്തുള്ള കാലാവസ്ഥ, പിന്നെ മറ്റു സ്ഥലത്തെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതികൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ വിരൽത്തുമ്പിലിരുന്ന് അറിയുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. അടുത്തതായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല, ബിസിനസ് മേഖല. ഓക്കെ, ഇപ്പൊ നമുക്കറിയാമല്ലോ, പലയിടത്തും ദൂരെ നിന്ന് അമേരിക്കൻ കമ്പനിയിൽ ഇന്ത്യൻ കമ്പനിയിലോട്ട് അവര് ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നത്, ഈ ട്രാൻസാക്ഷൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ്, അമേരിക്കയിലുള്ള CEO ഇന്ത്യയിൽ ഇരിക്കുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ അവരുടെ ടീംമേറ്റ്സിന് എങ്ങനെ കോൺടാക്ട്, നമുക്കറിയാം വീഡിയോ കോൺഫറൻസ്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഒരുപാട് വീഡിയോ കോൺഫറൻസിങ്ങിന് വളരെയധികം പ്രചാരം കിട്ടിയ ഒരു കാലഘട്ടമാണ്, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് രോഗികളുമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിന് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഒരു ഇതാണ് ടെലിമെഡിസിൻ. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഡോക്ടറുമായിട്ട് നേരിട്ട് വീഡിയോ കോൾ വഴി സംസാരിച്ച് നമ്മളെ അസസ് ചെയ്ത് അദ്ദേഹം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ടെലിമെഡിസിൻ. അപ്പൊ ഇങ്ങനെ ബിസിനസ് മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ടൂറിസം മേഖലയിലായാലും ട്രാവൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇങ്ങനെ അനന്തമായ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും. ഇനി അതുപോലെ തന്നെ വേറെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പരസ്യ മാധ്യമങ്ങൾ, അല്ലേ? നമുക്കറിയാം, ഇപ്പൊ നമ്മള് പിന്നെ നെറ്റിനകത്തോ എവിടെ എടുത്താലും ഇഷ്ടംപോലെ പരസ്യങ്ങൾ ഇത് ഈ മാധ്യമത്തിലൂടെ നമുക്ക് ഇപ്പൊ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ബിസിനസ്, ഇങ്ങനെയുള്ള അനേക മേഖലകളിൽ പരസ്യ മാധ്യമങ്ങളിലും ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇതിന്റെ വെബ്സൈറ്റ് എടുത്താലും, അല്ലെങ്കിൽ ഇപ്പൊ പത്രം, ഈ പേപ്പർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ധാരാളം പരസ്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അപ്പൊ ഇത് ഒരു പരസ്യ മാധ്യമം കൂടിയാണ്. അപ്പം വളരെ പ്രധാനമായ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ചില ഗുണഗണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ പാഠഭാഗത്ത് ഇപ്പൊ കണ്ടു. എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പെട്ടെന്നൊന്ന് വിലയിരുത്തുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ട്രാവൽ, ടൂറിസം, അതുപോലെ തന്നെ ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ മറ്റനവധി സേവനങ്ങൾ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയതാണ് ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ബിസിനസ് മേഖല, പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കി പരസ്യ മേഖല. ഈ മേഖലയിലെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഒരിക്കലും ഒഴിവാക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇനി നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനകത്തും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇനി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ദുരുപയോഗങ്ങൾ എന്താണെന്ന്, അല്ലേ? നമുക്കറിയാം, ഒരുപാട് ദുരുപയോഗങ്ങളെ കുറിച്ച് നമ്മൾ ദിവസവും പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുന്നതും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു നമ്മളെക്കാട്ടിലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജനറേഷൻ, ഒരു വലിയൊരു ജനറേഷൻ ഉണ്ടല്ലോ, അവര് മുതിർന്ന ഒരു തലമുറ, അവരെ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു കുറ്റകൃത്യങ്ങളുടെ മാധ്യമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കാരണം അത്രമാത്രം ക്രൈം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്കറിയാം, കമ്പ്യൂട്ടറിനകത്താണെങ്കിലും ഇത് നേരെ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള വൈറസുകളുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങളിൽ നമുക്കറിയാമല്ലോ എന്തുമാത്രം ഹാക്കിംഗ്
നമുക്കറിയാം. അതുകൊണ്ട് ബാങ്കിങ് മേഖലയിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ OTP അയച്ചാലേ നമുക്ക് ATM നിന്ന് കാശെടുക്കാൻ പറ്റത്തുള്ളൂ, OTP അയച്ചാലേ ബില്ല് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതൊക്കെ വളരെയധികം ദുരുപയോഗം കൂടിയത് കൊണ്ടാണ് പല രീതിയിൽ ആൾക്കാർ ഇനി അതേക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്ത് എങ്ങനെ ഇത് ഈ സെക്യൂരിറ്റി ഇതെല്ലാം ലൂപ്പ് ഹോൾസ് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രവണത നിർഭാഗ്യവശാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ആ സെക്യൂരിറ്റി അതിനെ ബ്രീച്ച് ചെയ്ത് എങ്ങനെ ആൾക്കാരെ ചൂഷണം ചെയ്യാമെന്നുള്ളതും ഈ മേഖലയിൽ ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ധാരാളമായി അതിനെ കണ്ടുപിടിച്ച് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് നിർഭാഗ്യവശാലുള്ള ഒരു കാരണം കൂടിയാണ്. പിന്നെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് ചതിക്കുഴിയിൽ ചാടിക്കുന്ന പോലെ, ഈ പറഞ്ഞ പോലെ ലോട്ടറി, അതുപോലെ നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി, അതുകൊണ്ട് അവാർഡിന്റെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കാനായിട്ട് അക്കൗണ്ട് നമ്പറും പാസ്വേഡും എല്ലാം അയച്ചു തന്നാൽ ഉടനെ 10 കോടി കിട്ടേക്കാം, അല്ലെങ്കിൽ ലോട്ടറി തെരഞ്ഞെടുപ്പാണ്, ഇതിനകത്ത് പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും, ഇങ്ങനെയുള്ള പല വ്യാജമായ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ദുരുപയോഗത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ ചൂഷണത്തിന്റെ ഭാഗമാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ധാരാളം ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ അശ്ലീലമായുള്ള വെബ്സൈറ്റുകളുടെ ഉപയോഗം, പിന്നെ അതൊക്കെ ധാരാളമായി വളരുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ ഇതിന്റെ ഒരു ദുരുപയോഗമാണ്. പിന്നെ നമുക്കറിയാം ബാങ്കിന്റെയോ അല്ലെങ്കിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നു. വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി അതുവഴി പിന്നെ പണം തട്ടിയെടുക്കുക എന്നുള്ള ഒരു പ്രവണത, അതിലും വലിയ ഒരു ഇതാണ്. പിന്നെ ബ്ലാക്ക് മെയിലിംഗ്, ഇതൊക്കെ നമ്മൾ സാധാരണ പത്രത്തിൽ കൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വ്യക്തികളെ അപവാദ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോ മോർഫ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ വ്യാജമായിട്ട് SMS ഉണ്ടാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള ബന്ധപ്പെടൽ, പിന്നെ ഒരുപാട് അവിഹിതമായ ട്രാൻസാക്ഷൻസ്, ബന്ധങ്ങളും എല്ലാം, അല്ലേ? ചുമ്മാതെ ഒരു പരിചയവുമില്ലാത്തവരുമായിട്ട് നമ്മൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഉണ്ടായ കോണ്ടാക്ട് ഉപയോഗിച്ച് ആ ആൾക്കാരെ വിശ്വസിച്ച് നമ്മൾ ഒരുപാട് ചതിക്കുഴിയിൽ പോയി ചാടുന്നു. അപ്പൊ അതൊരു വലിയൊരു അപകടം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജനറേഷന് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹികമായ പിന്നെ ചുറ്റുപാടിൽ നിന്നും അവര് ഉൾവലിയുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നേരത്തെ സോഷ്യൽ റിലേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആവിർഭാവത്തോടുകൂടി സോഷ്യൽ റിലേഷൻസിന് വളരെ വലിയ ഒരു കോട്ടം വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ മൊബൈലും അവരവരുടെ ലോകത്തും ആയിരിക്കാനാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ റിലേഷൻസിന് ഒരു വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ദോഷമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗെയിംസ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ മാത്രം അപ്പൊ നമുക്ക് ആ കോണ്ടാക്റ്റുകൾ ഇല്ലാതായി പോകും. ഓക്കെ, അപ്പം പഠനം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് താല്പര്യമില്ലാതെ തന്നെ, ഇപ്പൊ സ്പോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റീഡിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് കളികളിലൊക്കെ വ്യാപൃതരാകാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് വിമുഖതയാണ്. കാരണം എന്താണ്? ഇതിനകത്താണ് എല്ലാവർക്കും താല്പര്യം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കുന്നുണ്ടേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം വളരെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് ഈ തൊഴിൽ മേഖലയിൽ നമ്മളെ വളരെയധികം ജോലി ചെയ്യിപ്പിച്ച് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നുടനെ നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു 25-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾ 45-50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കഴിവിന്റെ പരമാവധി അവര് പിന്നെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കമ്പനിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മളെ ജോലിയിൽ നിന്ന് കളയുന്ന ഒരവസ്ഥ, ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. അത്
കൂടുതൽ ദോഷം നമുക്ക് പിന്നീടായിട്ട് ആണെങ്കിലും ഉണ്ടാകും. കാരണം 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ജോലി ഇല്ലാതായി കഴിയുമ്പോൾ പിന്നീടുള്ള സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ആ തലമുറ ഇങ്ങനെ വന്ന് കയറുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ യഥാർത്ഥത്തിൽ വളരെ ഗാഢമായി ഗവൺമെന്റ് ആലോചിക്കുകയും അതിനു വേണ്ടിയ അനുയോജ്യമായ പോളിസികൾ ഒക്കെ ജനപ്രദമായ രീതിയിൽ ഉണ്ടാക്കി ഈ മേഖലയ്ക്ക് ഒരു എങ്ങനെയാണ്, കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി, കാരണം വളരെ അടുത്ത് തന്നെ ഉണ്ടായി വന്ന ഒരു വലിയ ശാസ്ത്ര ശാഖയാണ്. അതിന്റെ പൂർണ്ണമായ ഉപയോഗം നമ്മൾ ഇതുവരെ നടത്തി, അത് തീർന്നിട്ടില്ല. അത് ഏത് രീതിയിലോട്ട് അത് പരിണമിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഫ്രം ദ ഗവൺമെന്റിൽ നിന്ന് ധാരാളം ഈ മേഖലയിലോട്ട്, ഇപ്പൊ നമുക്കറിയാം, നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ള മേഖലയിൽ, തൊഴിൽ മേഖലയിലൊക്കെ നേരത്തെ ഈ ട്രേഡ് യൂണിയനൊക്കെ വളരെ പ്രോമിനന്റ് ആയിരുന്നു. പക്ഷെ IT മേഖലയിൽ അതിന്റെ വന്ന കാലം മുതലേ ട്രേഡ് യൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതിന് നല്ല വശവും ഉണ്ട്, ദോഷവശവും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു വളർന്നു വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി കാലാകാലങ്ങളിൽ പിന്നെ ഗവൺമെന്റും അതിനകത്ത് വ്യാപൃതരായിരിക്കുന്നവരും വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ശാസ്ത്രശാഖ നമുക്ക് ഒരു ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഞാനിപ്പം ദോഷങ്ങളും അത്രയും തന്നെ പറഞ്ഞു തരും. അപ്പോൾ വളരെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ മനുഷ്യന്റെ വിവേകമാണ് വളരെയധികം പ്രധാനം. എത്രമാത്രം രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്, അതിനനുസരിച്ച് നമുക്ക് ഈ ശാസ്ത്രശാഖ കൂടുതൽ പ്രയോജനപരമാക്കി തീർക്കണം, അല്ലെങ്കിൽ ആക്കി തീർക്കാനായിട്ട് അതിന് ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ഈ പാഠഭാഗം നമ്മൾ ഈ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുള്ള ഗുണങ്ങൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുള്ള ദോഷങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇപ്പൊ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പഠിച്ചല്ലോ. ഇത് ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് ആത്യന്തികം ഇസ് ഇറ്റ് എ ബൂൺ ഓർ എ ബെയിൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക്, നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് ഇപ്പം നമ്മുടെ ക്ലാസ്സുകൾ, ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ്. നമുക്ക് ഇത്രയും ദിവസവും ഈ പള്ളിയിൽ പോയി സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന് അനുസൃതമായി എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ ക്ലാസ്സുകൾ നടത്താനായിട്ട് സാധിച്ചു. പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ ആരാധന, വിശുദ്ധ കുർബാന നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ വീടുകളിലിരുന്ന് കാണാനുള്ള സംവിധാനം ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുവന്നു. ഇപ്പൊ 1-2 ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ നമുക്ക് സഭയിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് അതിൻ്റെ ഒരു 3-4 പോയിന്റ്സ് വർക്കൗട്ട് ചെയ്താൽ അത് കുറെ കൂടെ നന്നായിരിക്കും. അതൊരു ചോദ്യമായിട്ട് നിങ്ങൾ എഴുതിക്കും. എങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ പള്ളികൾ, ഇടവകകൾ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചുകൂടെ പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ കണക്കാക്കാനായിട്ട് നിങ്ങളതൊന്ന് ഒരു പഠനം നടത്തുക. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വ്യക്തമായുള്ളത് കിട്ടും. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുകയാണ്. നമ്മൾ എല്ലാ പരിസ്ഥിതിയെ പറ്റിയൊക്കെയാണ് പഠിച്ചത്. യൂണിറ്റ് 6 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ സാറ്? പരിസ്ഥിതിയുടെ പഠനം എങ്ങനെ ദൈവികമായി അതിനെ കാണാം, അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പരിസ്ഥിതി, ശാസ്ത്രവും ആരോഗ്യവും, ഇത് 3 കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ യൂണിറ്റ് അങ്ങ് തീരും. ഇന്ന് ശരിക്കും നമ്മൾ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും പിന്നെ ആരോഗ്യത്തെ പറ്റിയുടെ 2 ചാപ്റ്ററായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ യൂണിറ്റ് തീരും.
ഇത്രയും പറയുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, എളുപ്പം തീർന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ആ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ. അതായത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇന്നത്തെ കാലത്ത് ശരിക്കും നിങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന മക്കളാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നാണ് അതിനകത്തെ പല വിദ്യകളും ഞങ്ങൾ പോലും പഠിക്കുന്നത് അല്ലേ. ഇത് വളരെ നേരത്തെ ഡിസൈൻ ചെയ്ത പുസ്തകമായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തേക്കുമോ ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും നോക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്താണ്, അത് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളെ കൂടുതലായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിട്ട് ഔട്ട്ലൈൻ തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പുസ്തകത്തിലുള്ള പോലെ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് ഈ ആധുനികതയിൽ ഇത് ഉപയോഗിക്കാത്ത ആരും തന്നെ, ഇതിൻ്റെ അനുഭവ സമ്പത്ത് അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാകുന്നില്ല. എല്ലാ മേഖലകളിലേക്കും ഇത് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ഇതില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിജയം അല്ലെങ്കിൽ എത്തപ്പെടാത്ത മേഖലകളിൽ എല്ലാ മേഖലകളെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ഇറങ്ങി ചെന്നേക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാമേ. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, സമൂഹം മുഴുവനായിട്ടും ഇതിൻ്റെ പിടിയിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നത്, ഇറങ്ങി ചെന്നേക്കുമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ഇറങ്ങി വന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ ഉപകരണം കൊണ്ട് നിങ്ങൾക്ക് ലോകത്തുള്ള എവിടെ വേണേലും സംസാരിക്കാം, അല്ലെങ്കിൽ ക്രയവിക്രയം നടത്താം, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആവാഹിച്ച് കൈക്കുമ്പിളി തന്ന ലെവലിലേക്ക് വളർന്നേക്കുമാണ് ഈ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെ അല്ലേ. ഇതിൻ്റെ പ്രയോജനം അതാണ്. ഇതിൻ്റെ പ്രയോജനം എത്തപ്പെടാത്ത ഒരു മേഖലയും ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൂടുതലായിട്ട്, ഇപ്പം നിങ്ങളോടാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അല്ലേ, എന്തൊക്കെ ഉപയോഗങ്ങൾ അതിനുണ്ട് എന്ന് നിങ്ങളോടാണ് ഞങ്ങൾ ചോദിക്കേണ്ട ലെവലിലായി. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. കുടുംബങ്ങളിൽ ഇപ്പം ശരിക്കും ആധുനികതയുടെ കുടുംബത്തിൽ എന്താണ്, പണ്ടാണെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പോൾ അണുകുടുംബത്തിലേക്ക് മാറി. 2 പേരും ജോലിക്കൊക്കെ പോകാൻ പോകുന്നു, ആർക്കും സമയമില്ല. അപ്പം ഇതെന്തായാലും ഓരോ ജോലിയും നമ്മൾ ഓരോ മെഷീനെ ആശ്രയിച്ചിരിക്കും. അരയ്ക്കാൻ, പൊടിക്കാൻ, അലക്കാൻ, അങ്ങനെ എല്ലാം തന്നെ മെഷീനുകളുടെ ആവിർഭാവം കുടുംബത്തിലേക്ക് വന്നു. കുടുംബത്തിലെ ജോലി സഹായത്തിനായിട്ട് നമുക്കത് പ്രയോജനപ്പെടുത്താം. എല്ലാ കാര്യങ്ങളിലും നമ്മളത് ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമത് എന്താണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ. അതായത് ആശയവിനിമയത്തിന് ഈ മൊബൈല് നമ്മുടെ കുടുംബത്തിലുള്ള ആളാണ് അല്ലേ. കുടുംബത്തിലേക്ക് വന്നേക്കും. ആശയവിനിമയം വളരെ എളുപ്പം, വില കുറഞ്ഞ് അല്ലെങ്കിൽ വളരെ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാൽ പോലും അല്ലേ. പഴയ കാലത്തിൻ്റെ ഇത് പറയുന്നില്ലല്ലോ, ഇപ്പം അത്രമാത്രം അത് അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിനോദമായാലോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ എന്തെല്ലാം കളികളാണുള്ളത് അല്ലേ. അപ്പം നിങ്ങൾക്ക് വിനോദത്തിന് വേണ്ടിയതായാലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുടുംബത്തിലേക്ക് വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളാണ് നമ്മൾ കണ്ടത്. പിന്നെ അടുത്തത് എങ്ങനെ കുടുംബത്തിൽ വരുന്നു, നിങ്ങളുടെ ഇടയിൽ വരുന്നു. പിന്നെ അറിവിൻ്റെ ലോകത്തിലേക്ക് വരിക ഈ വിദ്യകൾ. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അറിവിൻ്റെ ലോകത്ത് വരുന്നത് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. ലോകത്ത് എന്ത് മാറ്റങ്ങൾ വന്നാലും, അല്ലെങ്കിൽ ലൈബ്രറി, പിന്നെ ഏതെങ്കിലും രാജ്യത്തെപ്പറ്റി പഠിക്കണോ, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ് എന്ന് വേണ്ട എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അത് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു അല്ലേ. നമ്മുടെ കൈ കുമ്പിളിൽ വന്ന് നിൽക്കുവാണ്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്, ആവശ്യമുള്ളത് നോക്കിയെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിലായാലും പിന്നെ വിദ്യാഭ്യാസത്തിൽ സ്പേസ് ടെക്നോളജി, ആരോഗ്യം എന്ന് വേണ്ട എല്ലാ മേഖലകളെയും ഇവൻ ആവാഹിച്ച് കൈക്കുമ്പിളി തന്നേക്കും. അതാണ് എളുപ്പവഴി എവിടെയാണെങ്കിലും. പിന്നെ ഈ സാങ്കേതിക വിദ്യകൾ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ ഉപയോഗമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നമ്മൾ കണ്ടു. ഇത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു അതാണ് അടുത്തത്. എല്ലാ മേഖലയിലും വന്നത് നമ്മൾ കണ്ടു. ഇനി ഇവയുടെ ഉപയോഗം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ആ സ്വാധീനത്തിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ. അപ്പം മത്സരിച്ച് ഓഫർ വരുന്നില്ലേ. അപ്പം ശരിക്കും നമ്മളെ ഏത് രീതിയിലാണ് ആക്കുന്നതെന്ന് അറിയാമോ.
നമ്മുടെ എല്ലാ ജോലികളിലും, അതായത് നമ്മളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളിലും മെഷീൻ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിനാണെങ്കിലും ഇപ്പം പാലം പണിയണം, അല്ലെങ്കിൽ റോഡ് പണിയണം, വലിയ കെട്ടിടങ്ങൾ പണിയണം, ഇതിനൊക്കെ ആണെങ്കിലും വലിയ വലിയ മെഷീൻസൊക്കെ വന്നതുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ആ ടെക്നോളജി ഉപയോഗിച്ച് ആ പ്രോജക്റ്റ് അങ്ങ് തീർക്കുവാണ് അല്ലേ. അപ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുവാണ്. വലിയ വലിയ മെഷീൻ്റെ സഹായം കൊണ്ടാണ് നമ്മൾ ഈ വലിയ വലിയ നേട്ടങ്ങൾ എളുപ്പം കൊയ്ത് മാറുന്നത് ആണല്ലോ. പിന്നെ എന്താണ് പറയുന്നത്, ഇതേപോലെ തന്നെ ഒരു ഇതുണ്ട്, ഇതിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, എല്ലാം മെക്കനൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് നിശ്ചലമാകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ നീങ്ങുന്നുണ്ട്. അതിലത് ഒരു നെഗറ്റീവ് എന്ന് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ എല്ലാ മേഖലകളെയും ഗ്രഹിച്ചുകൊണ്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ പിടിയിലാണ്, അതിൻ്റെ സ്വാധീനത്തിലാണ്, അതിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ ഈ ഓരോരോ നേട്ടങ്ങളും കൊയ്തു വരുന്നത്. പിന്നെന്താണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കാം. അപ്പം വിശദമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സംസ്കാരത്തെ മുഴുവനായിട്ട് മാറ്റിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്ന്, നമ്മൾ ഈ സമൂഹത്തെ മുഴുവൻ, നമ്മൾ പറയുന്നതേ ഉള്ളൂ, ഈ സമൂഹത്തെ മുഴുവൻ എന്തായി കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് മാറ്റുവാണ്. അറിയാലോ നിങ്ങൾക്ക്, ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ഓഫർ, മറ്റിടത്ത് ഓഫർ, അങ്ങനെ ഓഫറിൻ്റെ പെരുമഴ വരുന്നുണ്ട്. നമുക്ക് ആകെ കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, പൈസ ഉണ്ടേലും ഇല്ലേലും ഇതിനൊക്കെ അഡിക്റ്റായിട്ട് നമ്മളത് വാങ്ങിച്ചു കൂട്ടുന്നത്. ഒരു കൺസ്യൂമർ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ പരസ്യം കൊണ്ടും അതിൻ്റെ വ്യാപ്തി കൊണ്ടും ആൾക്കാരെ ആ മായാവലയത്തിൽ നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. പിന്നെ വേറൊരു സംസ്കാരമാണ് യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞാൽ, ഒന്ന് വാങ്ങിച്ചു, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു, അത് കളഞ്ഞു ഇല്ലേ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ, അപ്പം അതിൻ്റെ ദൂഷ്യഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ആ ഒരു സംസ്കാരത്തിലേക്ക് ഇതിന് ശക്തിയുണ്ട്. ഒരു കാര്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനാണെങ്കിലും ചിലപ്പോൾ പാർട്സ് കിട്ടത്തില്ല, അപ്പോഴത്തേക്ക് അത് മാറ്റി നമ്മൾ അടുത്തത് മേടിച്ചു ഇല്ലേ. പണ്ട് ഇതുപോലെ ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ വർഷം തോറും മാറേണ്ട അവസ്ഥയാണ്. പണ്ടൊക്കെ ഒരുപാട് കാലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഓരോരോ കുഞ്ഞു മെഷീനായാലും ഉപയോഗം കഴിയുക, അതിനെടുത്ത് മാറ്റുക, അടുത്തത് വാങ്ങിക്കുക. അപ്പം സാമ്പത്തിക ബാധ്യതയാണെങ്കിലും ആ സംസ്കാരം മാറി വരുന്നു. നമുക്കത് മാക്സിമം ഉപയോഗിക്കാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ലളിത ജീവിത രീതിയെ മാറുന്നു. മെഷീനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, നമ്മുടേതായ ലളിതമായി ജീവിക്കുന്ന ആർഭാടം, നമ്മൾ മറ്റു പലതും കണ്ട് ആർഭാടത്തിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ലളിതമായ ജീവിത രീതിയുടെ ശൈലി നമ്മൾ മാറ്റപ്പെടുന്നു. അതൊക്കെ ഇതിൻ്റെ മാസ്മരികതയാണെന്ന് ഓർത്തോണം. പിന്നെ സ്വതസിദ്ധമായ നമ്മുടെ കഴിവുകളൊന്നും നമ്മൾ പ്രയോഗിക്കത്തില്ല. ഇപ്പോൾ 100 രൂപ കൊടുത്തൊരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചാൽ ബാക്കി എത്രയെന്ന് അറിയണം ഉടനെ നമുക്ക് കാൽക്കുലേറ്റർ അല്ലെ വാച്ചയിലോ അല്ലെ കാൽക്കുലേറ്ററിലോ നമ്മൾ നോക്കേണ്ടി വരുന്നു. കാരണം നമ്മുടേതായ ഒരു ബുദ്ധിയും വികസിക്കാത്ത രീതിയിലേക്ക് കുറേ പേരെങ്കിലും, അതിൻ്റെ ഒരു ദൂഷ്യഫലമാണ്, കുറച്ച് പേരെങ്കിലും അത് യാതൊന്നും ഉപയോഗിക്കാതെ, അവരവരുടെ കഴിവുകൾ ഉപയോഗിക്കാതെ വരുന്നുണ്ട്. പിന്നെന്താണ്, വ്യായാമം കുറയുന്നു അല്ലേ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ സാമൂഹിക ബന്ധങ്ങളൊക്കെ കുറയുന്നു. അടുത്ത ചുറ്റുപാടൊക്കെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ഊഷ്മളത നഷ്ടപ്പെടുന്നു. പിന്നെ ദൈവവിശ്വാസം അറിയാലോ, TV അല്ലെങ്കിൽ പ്രോഗ്രാം, പഠിത്തം, കമ്പ്യൂട്ടർ, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒന്നിച്ചിരുന്നുള്ള കൂട്ടായ്മയുള്ള പ്രാർത്ഥന, അതിനുള്ള സമയം, ഇതെല്ലാം അങ്ങ് മാറിപ്പോവുക. അപ്പോൾ ആ ഒരു വിശ്വാസം കുറഞ്ഞു വരിക. നമുക്കെല്ലാം പറ്റുന്നുണ്ട്, എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം സമയമില്ല, അദ്ദേഹം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അതിൻ്റെ വലയം നമ്മളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ദൈവാശ്രയ ബോധത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അകന്നു പോകേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബൈബിളിൽ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ദൈവാശ്രയ ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ സർവരും ദൈവത്തെ മഹത്വപ്പെടുത്തി സകലത്തിൻ്റെയും സൃഷ്ടാവിനെ വണങ്ങി ജീവിക്കാനായിട്ട് പറ്റണം. ഇപ്പം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അത്യാവശ്യമാണ്, നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്, അത് നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ചറിഞ്ഞിട്ട് നമ്മുടേതായ രീതിയിൽ നിൽക്കണം. അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ എല്ലാ നല്ല വശങ്ങളിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത പാഠം നോക്കാം.
പാഠത്തിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ആരോഗ്യ സംരക്ഷണവും മദ്യം മയക്കുമരുന്നിൻ്റെ ദുരുപയോഗമാണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തെ പറ്റി ഇപ്പോൾ വളരെ ബോധവാന്മാരാണ് എല്ലാം, അല്ലേ? മിനിറ്റിന് നമ്മൾ കൈ കഴുകുക, ഒരു സൂക്ഷ്മാണു നമ്മളെ ആരോഗ്യ പരിപാലനത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു, അല്ലേ? ലോകമെമ്പാടും അതിൻ്റെ വലിപ്പം അല്ലെങ്കിൽ നമുക്കുള്ള ആരോഗ്യമായ ഒരു മനുഷ്യ ശരീരം ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കൊറോണ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും അതേപ്പറ്റി എല്ലാവരും ബോധവാന്മാരാണ് താനും. പക്ഷേ ഈ പാഠത്തിൽ നമ്മൾ അതിന് ആരോഗ്യപരമായിട്ട് എങ്ങനെ അതിനെ നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗം, അല്ലെ ആ ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ളതിൻ്റെ അടിമപ്പെട്ടു പോകാതിരിക്കാൻ അതിൻ്റെ ദുരുപയോഗം എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ പാഠത്തിൽ നമ്മളെ അറിയുന്നത്. ഇതും നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ്, എന്നിരുന്നാലും ഒന്ന് ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അതായത് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമ്മൾ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൊന്ന്. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നെന്നൊക്കെ പറയുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പഠിച്ച് ജോലിയൊക്കെ കഴിയുമ്പോഴാണ് ഓരോരുത്തർ ഇത് എന്താണെന്ന് അറിഞ്ഞു വരുന്നു, അതിന് അഡിക്റ്റ് ആവുന്നത്. ഇന്നത്തെ ലെവലിൽ അങ്ങനെയല്ല. നിങ്ങളുടെയൊക്കെ ഇടയിൽ സ്കൂൾ ലെവലിൽ തന്നെ ഇതിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇതിന് വലയെറിഞ്ഞേക്കുവാണ് നീരാളികൾ. അതായത് പരസ്യം, ഇതുപോലെ ആധുനികതയുടെ ലോകം കൊച്ചുകുട്ടികളെയാണ് എല്ലാത്തിലും വലവീശി പിടിക്കുന്നത്. അപ്പം കുഞ്ഞിലേ മുതലേ ഇത് ചെറിയ തെറ്റായ ദൂഷ്യശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ പലരും. അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, സന്മാർഗശീലങ്ങളാണല്ലോ, പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കരുതലെടുക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരം. എപ്പോഴും അത് ഓർത്തോണം. ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരം. ആ മനസ്സിൻ്റെ വിൽ പവർ കൊണ്ടാണ് നമ്മൾ പല രോഗങ്ങളിലും, ഇപ്പോൾ അറിയാം, വലിയ വലിയ രോഗം വന്നാൽ പോലും ആ മനസ്സിൻ്റെ ശക്തി, ആ മനസ്സിൻ്റെ വിൽ പവർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ദൈവിക സംസർഗം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം, അതിനെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യത്തിനെയും അതിജീവിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായി നിങ്ങളത് പ്രത്യേകം ഓർത്തോണം. അപ്പം ദൈവവുമായിട്ടുള്ള നല്ലൊരു അടുപ്പം, ആ ദൈവിക വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതാണ് മനസ്സിൻ്റെ വിൽ പവർ എന്ന് പറയുന്നത്. ആ വിൽ പവർ തെറ്റായ രീതിയിലും ഉണ്ടാവും കേട്ടോ, അങ്ങനെ വരരുത്. ആ വിൽ പവർ മൂലം നമുക്ക് ഈ മതിലുകളൊക്കെ ചാടിക്കടന്ന് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും. അപ്പം ഇത് ആരോഗ്യമുള്ള ശരീരം, മനസ്സാണ് ആരോഗ്യമുള്ള ശരീരം, കണ്ടല്ലോ. അതുപോലെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആത്മീകമായും എല്ലാം ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളായി നിങ്ങളെ ബോധവാന്മാരാക്കുന്നത് കേട്ടോ. അപ്പം ആരോഗ്യം കളയാൻ വേണ്ടിയാണ്, നമുക്കറിയില്ല, ആരോഗ്യം നശിക്കുന്നതിന്, ആരോഗ്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ മദ്യവും മയക്കുമരുന്ന് പറയുന്നതിൻ്റെ കാരണം ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, അല്ലെ ലോകത്തെ, ഒരു ജനതയെ, ഒരു തലമുറയെ, ഒരു കുടുംബത്തെ, എങ്ങനെ വേണേലും പറയാമല്ലോ, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്, അല്ലേ? ആ നാശത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിഷമദ്യം നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നത്, വിഷമദ്യം കഴിച്ചു മരിക്കുന്നു. ആ മരിക്കുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം? ഗവൺമെൻറ്റിന് വല്ല നഷ്ടമുണ്ടോ? ഒരിക്കലും ഇല്ല. അത് മരിച്ച ആളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്കോ നഷ്ടപ്പെടുന്നു, അല്ലേ? അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നത്. അതുപോലെയാണ് ഒരു അതിന് അഡിക്റ്റായിട്ട് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടം വരുന്നുള്ളൂ, വേറെ ആർക്കും അതുകൊണ്ട് നഷ്ടമില്ല. പക്ഷേ പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആധുനികതയുടെ ലോകം വലവീശി പിടിക്കുക, അവർക്ക് എന്താ, അവരുടെ പ്രോഡക്റ്റ് വിറ്റ് ചെയ്യണം, അല്ലേ? അതിനെ അടിമകളാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവരുടെ ആ പ്രോഡക്റ്റ് വിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് കുഞ്ഞു പിള്ളേരിലൊക്കെ വല വീശി ഇതുകൊണ്ട് വിതച്ചിടുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിന് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവനെ വിമുക്തമാക്കി പുറത്ത് കൊണ്ടുവരാൻ, ആണായാലും പെണ്ണായാലും കേട്ടോ, പുറത്ത് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതിനെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. മദ്യവും മയക്കുമരുന്നും എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റുകൾ അവിടെ പറയാനുണ്ട്. അപ്പോൾ ആദ്യം പറയാം, എല്ലാവരുടെയും ആളാകാൻ, അല്ലേ? അവരുടെ പരസ്യമൊക്കെ അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ സിപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇവരെ പോലെ വലിയ ആൾക്കാരൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലിയ ആളാവാനായിട്ട് പതിയെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ചിലർ ഫാഷൻ,
എല്ലാവരും കാണിക്കുന്നു, ഞാനും കാണിക്കുന്നു അല്ലേ? ആ രീതിയിലേക്ക് അത് ഒരു പ്രാവശ്യം ചെയ്യും, 2 പ്രാവശ്യം ചെയ്യും, പിന്നെ അത് പതിയെ പതിയെ നമ്മുടെ ശൈലിയിലേക്ക് വരുന്നു. അവിടെയാണ് അതിൻ്റെ ഭീകരത കേട്ടോ. രണ്ടാമത്, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ നേരിടത്തില്ല, അതിനെ നേരിടാനുള്ള കഴിവില്ല. ആ പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ദുഃഖമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് ആ പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞ് അതിനടിമപ്പെടാനായിട്ട് ശ്രമിക്കും. ചിലർ പറയും നല്ല സുഖമാണെന്ന് പറയും, ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതൊക്കെ. അതെന്താണെന്നറിയാമോ? അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ 2 മണിക്കൂറത്തേക്ക് ബോധം പോവുകയാണ് അല്ലേ? ആ ബോധം പോകുന്നത് അതൊരു സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അതൊരു സുഖത്തിന് വേണ്ടി മിനിറ്റിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആ നല്ല സുഖം നീ നോയിക്കേ എന്നുള്ള ഓരോരുത്തരുടെ പ്രലോഭനത്തിൽ നമ്മൾ വന്ന് പെട്ടുപോവുകയാണ്. ആ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഇത് മാറി. അപ്പം അതൊരു സുഖമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതിൻ്റെ പുറകെ ഓടും. പിന്നെ ചിലർ പറയും വേർപാട്, അപ്പോൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു, അച്ഛൻ അല്ലെ അമ്മ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ നഷ്ടം, ബിസിനസ്സിലായിക്കോട്ടെ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ഒരു വേർപാടൊക്കെ വന്നു കഴിയുമ്പോൾ ചിലരതിനെ നേരിടാനുള്ള മനക്കരുത്തില്ലാതെ ഇതിന് അഡിക്റ്റ് ആവും. ദിവസവും അതങ്ങ് മറന്നു പോട്ടെ എന്ന് പറഞ്ഞ് ദിവസവും ഇതിൻ്റെ പുറകെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ചിലരുണ്ടല്ലോ ഭയങ്കര അധ്വാനശീലരാണ്, കഠിനാധ്വാനശീലരൊക്കെ പറയും ഞങ്ങൾ ഇത്രയും പാടുപെട്ട് അധ്വാനിക്കുന്നതാണ്, ദിവസം 2 അടിച്ചാലേ ശരിയാവുള്ളൂ. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ആ അടിക്കുന്ന 2 മണിക്കൂർ മാത്രം എന്താണ് സുഖമാണെന്ന് ചിന്തിക്കുകയാണ്. നമുക്ക് ബോധമില്ല, അപ്പോൾ നമ്മുടെ വേദനകൾ അറിയുന്നില്ല. അതാണ് അതിനകത്തെ തെറ്റിദ്ധാരണ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയേക്കണം. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പാർട്ടി അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ ആഘോഷവേളകളിലൊക്കെ ഇവൻ ആളായിട്ട് വരും അല്ലേ? അതിനെ പതിയെ ഉപയോഗിക്കാൻ തുടങ്ങും, പതിയെ രീതിയിൽ ഒന്നിനോട്ട് പിന്നെ അതുപോലെ ഓരോ വിജയങ്ങൾക്ക് പിന്നിലും ബിസിനസ് ജയിച്ചു, അത് ജയിച്ചു, അന്നത്തെ പാർട്ടി എൻ്റെ വക എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള പാർട്ടി ആഘോഷങ്ങൾ അതിലൊക്കെ പെട്ട് പതിയെ ഓരോ ആവശ്യത്തിനും നമുക്കിത് വേണ്ടി വരും. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അതുപോലെയാണ് പെരുന്നാൾ, ഉത്സവം എന്ന് വേണ്ട, എന്തൊരാഘോഷം വന്നാലും അതിനെ ആഘോഷമാക്കാൻ ആര് വേണം? ഇവൻ വേണം. അങ്ങനെയുള്ള ചിന്തയിലേക്ക് ഈ മദ്യവും മയക്കുമരുന്നും കുട്ടികളുടെ ഇടയിലായാലും മുതിർന്നവരുടെ ഇടയിലായാലും പെട്ടുപോകുന്നു. അപ്പം അതിന് അഡിക്റ്റ് ആവുന്നതിന് ഓരോരോ കാരണങ്ങൾ പറയുന്നത് നമ്മൾ എളുപ്പം നിരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ എഴുതി വെച്ചേക്കും കുഞ്ഞക്ഷരത്തിൽ, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരം. ഇപ്പോൾ ഒരു സിനിമാ നടൻ സിഗരറ്റ് വലിക്കുന്നത് അങ്ങനെ പറയുന്ന ആണെ പോലും നിയമപരമായിട്ട് അവർ എഴുതി കാണിക്കും, ഇത് ചെയ്യരുത്, നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്, ചെയ്യരുതെന്ന് പറയും. പക്ഷെ അത് കാണാത്ത രീതിയിൽ ചെറുതാക്കി എഴുതിയിട്ട് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏതാ? അത് ഉപയോഗിക്കുന്ന ആളുടെ പടമാണ്. അങ്ങനെയൊക്കെ ഓരോ മാധ്യമങ്ങളുടെ സ്വാധീന നിമിത്തം ഇവർ വീണ്ടും ആരിലേക്ക് ഇറങ്ങും? ഇവർക്ക് പ്രോഡക്റ്റ് വിറ്റാൽ മതി. നമ്മളെപ്പോലുള്ള കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ അതിന് അധീനപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഇവർ വന്നങ്ങ് ഇറങ്ങുന്നു. പിന്നെ ഇങ്ങനെ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതിനൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? പൈസ ഇല്ലാതെ വരും. പണം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എന്തും ചെയ്യാൻ പിള്ളേർ മടിക്കില്ല. മോഷണമോ കൊലപാതകമോ എന്ത് വേണില്ല. അപ്പോൾ ആ തെറ്റിലേക്ക് വീണ്ടും നയിക്കാൻ ഇടയാകുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ളവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതം, നല്ല രീതിയിലുള്ളവരുടെ ജീവിതം അവിടെ താറുമാറായി പോകുന്നു. പിന്നെന്താണ്? പ്രാർത്ഥനാ ജീവിതം ഇല്ലാതാവുന്നു. അതിനുള്ള സമയമില്ല, അതിനുള്ള മനസ്സില്ല, ബഹളമായി അല്ലേ? ഇങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങളിലേക്ക് ഇതിൻ്റെ വലയത്തിൽ പെട്ടുപോയാൽ നമ്മളായി പോകുന്നു അറിയാതെ തന്നെ ഇല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിനകത്ത് പങ്കാളികളായി മാറിപ്പോവുകയാണ്. അതൊക്കെ നമ്മൾ നല്ല ബോധവാന്മാരായിട്ട് ഇരുന്നോണം എപ്പോഴും കേട്ടോ. ഇനി എങ്ങനെയാണ് നേരിടുന്നത്? ഇപ്പം ഇതിന് ഇങ്ങനെ ഇപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ പ്രലോഭനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടുമെന്നുള്ളതാണ്. അത് പോട്ടെ, ഒരാൾ ഇതിന് അഡിക്റ്റ് ആയപ്പോൾ ആദ്യമേ നമ്മൾ ബോധവൽക്കരിക്കും, ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ചിലർക്ക് ഇതിനെ ഇന്ന് രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ഇല്ലേ? അങ്ങനെയുള്ള സെൻറ്ററുകൾ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്തിട്ട് തിരിച്ചു പിടിക്കുന്നവരുണ്ട്. ഒത്തിരിയും പേരുണ്ട് അങ്ങനെ നന്നായി പുറത്ത് വരുന്ന ആൾക്കാർ. അങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ നമുക്കിതിനെ നേരിടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എന്തെങ്കിലും തെറ്റ്, ഇപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനടുത്ത് മയക്കുമരുന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ കൊണ്ടെത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള നന്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം അങ്ങനെ അതിനെ തടയാൻ പറ്റും. വേറൊരാളെ നശിപ്പിക്കാനായിട്ടാണ് ഈ സാത്താൻ വരുന്നത് അല്ലേ? അത് നശിപ്പിക്കാനുള്ള, അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കുഞ്ഞുങ്ങളായി നിങ്ങൾ കുട്ടികളിലാണ് ഇതിപ്പോൾ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഊന്നൽ കൊടുത്ത് സൺഡേ സ്കൂളിൽ പോക്ക് ഇത് പഠിപ്പിക്കുന്നതാണ്. ഇപ്പോഴേ നമ്മൾ ദൈവിക കാഴ്ചപ്പാടിൽ, ദൈവത്തിൻ്റെ വലയത്തിൽ അല്ലെ ദൈവത്തിൻ്റെ മാലാഹമാരുടെ കരുതലിൽ നിന്ന് അകന്നു പോകരുത്.
അതിന് ഉള്ളിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ഇതിനൊന്നും അടിമപ്പെടാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടേതായ രീതിയിൽ. ഈവൻ പറഞ്ഞാലും ശരിയാവില്ല, ഉപദേശിച്ചിട്ടും ശരിയാവുന്നില്ല, പതിയെ നമുക്ക് അങ്ങനത്തെ കൂട്ടുകെട്ട് വേണ്ട, അല്ലേ? അങ്ങനെ ചിന്തിക്കണം. അല്ലേ? ഒരു കൂട്ടുകാരൻ അടുത്തത് വേറെ ഒരാൾ നിർബന്ധിക്കുവാണെങ്കിൽ അവനോട് അത് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം നമ്മൾ, കേട്ടോ? കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ ഓർക്കണം. അല്ലെങ്കിൽ അവരോട് മുഖത്ത് നോക്കി ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതെനിക്ക് ഇല്ല, അല്ലെങ്കിൽ ഇല്ലാന്നോ വേണ്ടാന്നോ ഒക്കെ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് സംഭരിക്കണം. പിന്നെ രോഗമൊക്കെ വരാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും വരാതെ നോക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതിനൊന്നും അടിമപ്പെടാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൂടുതൽ വീണ്ടും നിർബന്ധിച്ച് നമ്മളെ ഇതിന് പ്രലോഭിതരാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്ന ആൾക്കാർ, അതായത് രക്ഷകർത്താക്കൾ, സ്കൂളാണെങ്കിൽ അതിൻ്റെ അതോറിറ്റി, ഓഫീസാണെങ്കിൽ അതിൻ്റെ അതോറിറ്റി, പോലീസ് എന്ന് വേണ്ട എവിടെ വേണമെങ്കിലും നിങ്ങളെക്കാളും ഉള്ള രക്ഷാധികാരികളെ നിങ്ങളത് അറിയിക്കണം. ഇങ്ങനെ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നു. സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, പോലീസ് മഫ്തി വേഷത്തിൽ വന്ന് ചിലപ്പോൾ ഇങ്ങനെയാണ്, പിള്ളേർ പേടിച്ച് മിണ്ടാതിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള വലയത്തിലൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഉപരി ദൈവവിശ്വാസമുള്ളവരെ ദൈവത്തിൻ്റെ കാവൽ മാലാഖ എപ്പോഴും സൂക്ഷിക്കും എന്നുള്ളത് നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ച കുട്ടികളായതുകൊണ്ട് നിങ്ങളത് ശരിക്കും അറിഞ്ഞിരിക്കണം. ദൈവവിശ്വാസത്തിൽ വളരുക, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വളരുക, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ലേ? അതിരിക്കട്ടെ, ബൈബിളിൽ ഇതുപോലെ പിന്നെ മദ്യപിച്ചവർക്ക് വേണ്ടി ഉള്ള 2-3 കോട്ടിങ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യം. സ്വർഗത്തിൽ പോകാനല്ലേ ഇവിടെ എല്ലാവരും നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം ആ കൂട്ടത്തിൽ. പിന്നെ എന്താണ്, 2 പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഉൽപ്പത്തി 19-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ലോത്തിൻ്റെ മദ്യപാനത്തെ പറ്റി പറയുന്നുണ്ട്. അറിയാലോ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു? അവിടെ നീതിമാന്മാരാരും ഇല്ല, അവിടെ മുഴുവൻ നശിപ്പിക്കേണ്ടി വന്നു, അല്ലേ? കൂടുതൽ വിവരിക്കുന്നില്ല. അതുപോലെ ഉൽപ്പത്തി 9-ാം അധ്യായം 21-23 ഇതെല്ലാം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. നോഹയുടെ വിപത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഇതിനകത്ത് നമ്മൾ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, മദ്യമല്ലേ മയക്കുമരുന്നിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷ നേടണം, അതിന് അഡിക്റ്റ് ആവാൻ പാടില്ല. പൊതുസമൂഹത്തിൽ നിങ്ങളായ കുട്ടികൾ ഇതിൻ്റെ നല്ല വശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ പൈതലായി, ഇന്നത്തെ അറിയാലോ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഈ സന്ദർഭങ്ങളിൽ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കുട്ടികളായിട്ട് കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ കുട്ടികളെയും നല്ലതാക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളർന്നു വരണം. അതാണ് മുതിർന്നവരായി ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതും നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചിങ്ങോട്ട് വിടുന്നതുമാണ്. അപ്പം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കണം, ദൈവത്തിൻ്റെ മാലാഹമാരിൽ എപ്പോഴും കാവലുണ്ടായിരിക്കണം, അതിന് പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഉറച്ചു വേണം. അപ്പം നല്ല ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമകളായി മിടുക്കരായിട്ട് എല്ലാവരും തീരണം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത്.